ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കിച്ചൺ റീസ്റ്റോക്ക് ആട്ടോ. നമ്മൾ ഗ്രോസറീസ് മന്ത്ലി പർച്ചേസാണ് നടത്താറ്. അപ്പോൾ ആ മന്ത്ലി പർച്ചേസ് നടത്തേണ്ട സമയമായി. കുറേ സാധനങ്ങൾ തീർന്നു, കുറേ സാധനങ്ങൾ തീരാനായി. അപ്പം മനസ്സിലായി ഇനി നമ്മൾ പർച്ചേസ് നടത്താനുള്ള സമയമായി എന്ന്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ളതാണ് ലിസ്റ്റ് എഴുതൽ. ഞാൻ ഒറ്റക്കല്ല, നവീനും കൂടി കൂടും ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. സോ നവീൻ സീക്വൻസ് ആയിട്ട് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരും, അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചാട്ടോ ഞാൻ ലിസ്റ്റ് എഴുതൽ. കുറച്ച് കാലം മുന്നേ നമ്മൾ പുറത്ത് പോയിട്ടാട്ടോ സാധനങ്ങൾ മേടിക്കാറ്. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ഓൺലൈനിലാണ് മാക്സിമം മേടിക്കാറ്. കറക്റ്റ് ഒരു മാസം ആകുമ്പോഴത്തേക്ക് നമ്മളെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ തീരാനാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ വീണ്ടും പർച്ചേസിങ് നടത്തുക. അപ്പോൾ ലിസ്റ്റൊക്കെ എഴുതുന്നതിന് മുമ്പേ കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ രണ്ടാളും ഒന്ന് കുടിച്ചു. ഈ മന്ത്ലി പർച്ചേസ് നടത്തുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും മാസത്തിൽ നമ്മൾ ഗ്രോസറിക്ക് വേണ്ടിയിട്ട് എത്രയാണ് ചിലവാക്കുന്നതെന്ന്. സോ ഗ്രോസറി മാത്രമേ മേടിക്കുകയുള്ളൂ. ബാക്കി നമ്മളെ മീറ്റ് ഐറ്റംസും പച്ചക്കറികളും ആഴ്ചക്ക് മേടിക്കും. പക്ഷേങ്കിൽ ഈ ബാക്കിയുള്ള ഗ്രോസറീസ് നമ്മൾ മാസം പർച്ചേസ് പോലെ നടത്തും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മന്ത്ലി പർച്ചേസ് നടത്തിയില്ല, ആഴ്ചക്കാണ് അല്ലെങ്കിൽ തീരുന്ന പോലെയാണ് നമ്മൾ പോയി മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ഒരു സാധനം തീർന്നെന്ന് വിചാരിച്ച് മേടിക്കാൻ പോകുമ്പം ആ കടയിൽ നിന്ന് ഇറങ്ങുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്ലി പർച്ചേസ് തന്നെ കുറേ കാലമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. പിന്നെ സ്റ്റോക്ക് തീരാത്ത എൻ്റെ കയ്യിലുള്ള സാധനങ്ങളുള്ള ഡേറ്റൊക്കെ ഞാൻ എക്സ്പയറി ഡേറ്റൊക്കെ ഒന്ന് നോക്കി വെക്കും. ഇൻ കേസ് അതിൻ്റെ എക്സ്പയറി 2-3 മാസം കൂടി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. അതിനുശേഷം നമ്മൾ ഓൺലൈനിൽ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. അപ്പോൾ അത് ബിഗ് ബാസ്ക്കറ്റ് എന്നാണ് മേടിച്ചത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ അങ്ങനെ നിരത്തി വെച്ചു. ഇന്നെന്തായാലും എനിക്ക് മൂഡില്ലായിരുന്നു എടുത്തു വെക്കാൻ. അപ്പോൾ ഞാൻ ആ ടാസ്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഞാൻ ഒക്കെ ഇങ്ങനെ ഒരു കവറിൽ ഇട്ട് വെച്ചിരുന്നു. സോ ആദ്യത്തെ എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം. പൊടികളും പിന്നെ കുറച്ച് ലിക്വിഡും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഓരോന്നായിട്ട് കബോർഡ് കയറ്റുക. നമ്മുടെ ഇവിടെ സ്റ്റോറേജ് റൂം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കബോർഡ് മൊത്തം നമ്മൾ ഗ്രോസറി സ്റ്റോറേജിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഒന്ന് അതിൻ്റെ സ്ഥാനം മാറ്റണം എന്നുണ്ട്. പക്ഷേങ്കിൽ അത് പിന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റോറേജൊക്കെ വെക്കുക. അപ്പം ബാക്കിയുള്ള ഐറ്റംസൊക്കെ പുറത്തെടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പുതിയ സാധനങ്ങൾ അങ്ങ് ഉള്ളിൽ കയറ്റുക. എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ എനിക്കിങ്ങനെ വേഗം ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് നോക്കിയും കണ്ടും പിന്നെ അങ്ങനെ നല്ല സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുകയൊക്കെ വേണം. അപ്പോൾ അതിനായ ടൈമൊക്കെ ഞാൻ എടുത്തിട്ടാണ് ചെയ്യൽ. കുക്കിംഗ് ഐറ്റംസൊക്കെ ഈ ഒരു കബോർഡിലും പിന്നെ ബാക്കിയുള്ള ലിക്വിഡും ലൈക്ക് ബാത്റൂം ക്ലീനർ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ, ഡിഷ് വാഷർ, പിന്നെ കിച്ചൺ ടവൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേത്തെ യൂട്ടിലിറ്റീൻ്റെ കബോർഡിലാണ് വെക്കാറ്. പിന്നെ നമ്മുടെ പേസ്റ്റും സോപ്പും അങ്ങനെ അതൊക്കെ എക്സ്ട്രാ മേടിക്കും ഞാൻ. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്ടിലിറ്റീൻ്റെ കബോർഡിലാണ് വെക്കാറ്. ആദ്യം ഞാൻ എല്ലാം എടുത്തു വെക്കും അതാത് സ്ഥാനത്തിൽ. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എൻ്റെ ബോട്ടിൽസൊക്കെ റീഫിൽ ചെയ്യാം. ഇത് നമ്മളെ സ്നാക്സ് ബോക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ സ്നാക്സ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കും. അതിനുശേഷം എൻ്റെ സ്റ്റോറേജ് ബോട്ടിലിൽ തീർന്ന സാധനങ്ങൾ ഞാൻ റീഫിൽ ചെയ്യും. ചിലത് ഞാൻ പൊട്ടിച്ച് വെച്ചതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അത് ഞാൻ റീഫിൽ ചെയ്യും ബാക്കിയുള്ളത്. ഇനിയിപ്പം ബാക്കിയുള്ളതില്ലെങ്കിൽ ഞാൻ പുതിയ പാക്കറ്റ് മുറിക്കും. സോ ഈ ബോട്ടിൽ തീരുന്നതിന് ഞാനത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് മൊത്തത്തിൽ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ തീരാനാകുമ്പോഴത്തേക്ക് അടുത്ത മന്ത്ലി പർച്ചേസിൻ്റെ സമയമാവും. എപ്പോഴും മന്ത്ലി പർച്ചേസിൻ്റെ സമയം ആകുമ്പോഴത്തേക്ക് എല്ലാം തീരുന്നില്ല, ചിലത് ബാക്കി വരും. സോ അടുത്ത പർച്ചേസ് ആവുന്ന സമയത്ത് നമ്മളത് നോക്കിയും കണ്ടിട്ടേ മേടിക്കുള്ളൂ. ആദ്യത്തെ മാസം ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എത്ര ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ മേടിക്കണം, എത്ര kg മേടിക്കണം എന്നൊക്കെ. പക്ഷേ അത് അടുത്ത മാസം തൊട്ട് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ തുടങ്ങും. ഇനി അടുത്ത പർച്ചേസ് ആവുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒന്ന് സാധനങ്ങൾ തീർന്നാൽ നമ്മൾ മാക്സിമം അത് മേടിക്കാറില്ല. നമ്മളത് അടുത്ത മന്ത്ലി പർച്ചേസ് വരെ കാത്തു നിൽക്കും. അതിൻ്റെ പകരം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സോ എല്ലാം അതാത് കണ്ടെയ്നേഴ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാനൊരു വലിയ സ്റ്റോറേജ് ബോക്സിൽ വെക്കും. സോ ഇതൊക്കെ എടുത്ത് വെച്ച് എല്ലാം ക്ലിയറാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് കിച്ചൺ ക്ലീൻ ആക്കേണ്ടതാണ്. സോ കുറേ പൊടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. സോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ടേ കിച്ചൺ
എന്ന് പോകാറുള്ളൂ. വീക്ക്ലി പർച്ചേസിനെക്കാട്ടും മന്ത്ലി പർച്ചേസാണ് എനിക്ക് കുറച്ചും കൂടി ആപ്റ്റായിട്ട് തോന്നാറ്. കുറച്ചും കൂടി അത് ടൈം സേവിങ്ങും ആണ്, കുറച്ചും കൂടി നമുക്ക് എക്സ്പെൻസും അറിയാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ എല്ലാം എടുത്തു വെച്ചു, കിച്ചൺ റീസ്റ്റോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കിച്ചൺ ക്ലീനാക്കി സെറ്റാക്കി. അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.